Hi all, welcome back to Signature Solutions YouTube channel. നമ്മുടെ ബാക്ടീരിയോളജിസ്റ്റ് PSC എക്സാമിൻ്റെ സെക്കൻഡ് ടോപ്പിക്സ് ആയിട്ടുള്ള പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് പറയുന്നത് നമ്മുടെ സെല്ല്, അതായത് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആയിട്ടാണ് നമ്മളൊരു സെല്ലിനെ കൺസിസ്റ്റ് ചെയ്യുന്നത്. Okay, then a cell is referred to as the structural and functional unit of all living organisms. നമുക്കറിയാം ഒരു ലിവിങ് ഓർഗാനിസത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ സെല്ലിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വന്നിട്ടുള്ളത് ഒരു ലാറ്റിൻ ഒറിജിനിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ റോബർട്ട് ഹുക്ക് ഇൻ 1665. And it means a small room. Cell means a small room. And he also compared his discovery to the cells in a honeycomb structure. നമുക്കറിയാം ഹണികോമ്പിൻ്റെ സ്ട്രക്ചർ ഒരു കറക്റ്റായിട്ട് അടുക്കും ചിട്ടയിലും വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹണികോംബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ സെൽസ് എല്ലാം ഒരു ഐഡൻറ്റിക്കൽ സൈസ് വന്നിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ ഹണികോംബ് രീതിയിൽ വെച്ചിട്ടുള്ളതാണ്. അതുമായിട്ടാണ് സയൻറ്റിസ്റ്റ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ ഡ്യൂറിങ് 1915s, scientists postulated the concept of prokaryotic cells and eukaryotic cells, with earlier groundwork being laid by Edward Chaton, a French biologist, in 1925. അതായത് ഈ സെൽസിനെ തന്നെ പ്രൊക്കാരിയോട്ടിക് സെൽസ് ഉണ്ട്, യൂക്കാരിയോട്ടിക് സെൽസ് ഉണ്ട് എന്നുള്ളത് ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് 1925 എഡ്വേർഡ് ചാറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് ബയോളജിസ്റ്റാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ ഓൾ ലൈഫ് ഓൺ എർത്ത് കൺസിസ്റ്റ് ഓഫ് എയ്തർ യൂക്കാരിയോട്ടിക് സെൽസ് ഓർ പ്രൊക്കാരിയോട്ടിക് സെൽസ്. പ്രൊക്കാരിയോട്സ് വേർ ദി ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്. നമ്മുടെ ലിവിങ് സെൽസ് എന്ന് പറയുന്നത് ഒന്നുകിൽ യൂക്കാരിയോട്ടിക് സെൽസ് ആയിരിക്കും, അതല്ല എങ്കിൽ പ്രൊക്കാരിയോട്ടിക് സെൽസ് ആയിരിക്കും. നമ്മുടെ ലിവിങ് സെൽസിൻ്റെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് എന്ന് അറിയപ്പെടുന്നത് പ്രൊക്കാരിയോട്സ് ആണ്. ദെൻ നമുക്ക് പ്രൊക്കാരിയോട്സ് എന്താണ്, യൂക്കാരിയോട്സ് എന്താണ് എന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് തന്നെ നോക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ പ്രൊക്കാരിയോട്ടിക് സെൽസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഫോസിൽസും റെക്കോർഡ്സും എല്ലാം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മോസ്റ്റ് ആൻഷ്യൻ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് പ്രൊക്കാരിയോട്ടിക് സെൽസിനെയാണ്. ദെൻ ദിസ് സെൽസ് ആർ, അത് മീൻസ് പ്രൊക്കാരിയോട്ടിക് സെൽസ് ആർ കമ്പാരിറ്റീവ്ലി സ്മോളർ ആൻഡ് മച്ച് സിംപ്ലർ ദാൻ യൂക്കാരിയോട്ടിക് സെൽസ്. യൂക്കാരിയോട്ടിക് സെൽസിനെക്കാട്ടിലും കോംപ്ലക്സ് അല്ല, അതായത് സിമ്പിളായിട്ടുള്ള ഒരു ഫോമാണ് പ്രൊക്കാരിയോട്ടിക് സെൽസിനുള്ളത്. ആൻഡ് it not possess a membrane bound cell organelles such as nucleus. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ഒരു സെല്ലാണ് പ്രൊക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ വഴിയാണ് പ്രൊക്കാരിയോട്ടിക് സെൽസ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ആൻഡ് സ്ട്രക്ചറലി പ്രൊക്കാരിയോട്സ് ഹാവ് എ ക്യാപ്സ്യൂൾ എൻവലപ്പിംഗ് ദെയർ എൻറ്റയർ ബോഡി. ഈ ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസ് കാണുന്നില്ല എങ്കിലും പ്രൊക്കാരിയോട്ടിക് സെൽസിന് അവയുടെ ബോഡീനെ എൻവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഫങ്ഷൻസ് ആസ് എ പ്രൊട്ടക്റ്റീവ് കോട്ട്. ഈ ക്യാപ്സ്യൂളാണ് പ്രൊക്കാരിയോട്ടിക് സെൽസിൻ്റെ പ്രൊട്ടക്റ്റീവ് കോട്ടിന് പറയുന്ന പേരാണ് ക്യാപ്സ്യൂൾ. Okay, then this is crucial for preventing the process of phagocytosis. പ്രൊക്കാരിയോട്ടിക് സെൽസിന് ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ്സെന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്, അതിന് ഒരു കവറിങ് ആയിട്ട് നിൽക്കുന്നത് ക്യാപ്സ്യൂൾ കോട്ടിംഗ് ആണ്, പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ടുള്ള ക്യാപ്സ്യൂളാണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ where the bacteria gets engulfed by other eukaryotic cells such as macrophages. Then the pilus is a hair-like appendage found on the external surface of the most prokaryotes, and it helps the organisms to attach itself to various environments. Then prokaryotic cellsൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ് പൈലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെയർ ലൈക്ക് അപ്പൻഡേജ്. അവയെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിസംസിനെ വാരിയസ് എൻവിറോൺമെൻറ്റ്സിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈലസ്
ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് പിലി ഈസ് എസെൻഷ്യലി റെസിസ്റ്റ് ബീയിങ് ഫ്ലാഷ്ഡ് ആൻഡ് ഹെൻസ് കോൾഡ് അറ്റാച്ച്മെൻറ്റ് പിലി ആൻഡ് കോമൺലി ഫൗണ്ട് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന പിലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിനെ ഒരു കോമൺ ആയിട്ടൊരു സർഫസിലൊക്കെ അതായത് അതിൽ നിന്നും റിമൂവ് ചെയ്യുന്നത്, ഫ്ലഷ് ഔട്ട് ചെയ്യുന്നത് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് പിലി എന്നാണ് അതിനെ കോമൺലി പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ബാക്ടീരിയ. റൈറ്റ് ബിലോ ദി പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ലൈസ് ദി സെൽ വാൾ. ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് എന്തായിരുന്നു? ക്യാപ്സ്യൂൾ. ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ താഴെയായിട്ട് ലൈ ചെയ്യുന്നതാണ് സെൽ വാൾ ആൻഡ് വിച്ച് പ്രൊവൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ടു ദി സെൽ. പ്രൊക്കാരിയോട്ടിക് സെൽസിന് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി കൊടുക്കുന്നത് സെൽ വാളാണ്. ആൻഡ് ഇറ്റ് ലൈസ് ബിഹൈൻഡ് ദി capsule. Then further down lies the cytoplasm. സെൽ വാളിൻ്റെയും അകത്ത് സൈറ്റോപ്ലാസം. And it helps in cellular growth, and this is contained within the plasma membrane which separates the interior contents of this cell from the outside environment. അത് കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ then within the cytoplasm ribosomes exist and it plays an important role in the protein synthesis. And ribosomes are the smallest components within the cell. പ്രൊക്കാരിയോട്ടിക് സെൽസിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് കോമ്പണൻ്റ് ആയിട്ടാണ് നമ്മൾ റൈബോസോംസിന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ക്യാപ്സ്യൂൾ ഉണ്ട്, ദെൻ ക്യാപ്സ്യൂൾ കഴിഞ്ഞ് സെൽ വാൾ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പം സൈറ്റോപ്ലാസത്തിലാണ് പിന്നെ പ്ലാസ്മ മെംബ്രെയിനിലുള്ളത്. പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് റൈബോസോംസ് ഉണ്ട്. റൈബോസോംസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെൽ കോമ്പണൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. Then some prokaryotic cells contain special structures called mesosomes which assist in cellular respiration. ചില പ്രത്യേക പ്രൊക്കാരിയോട്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് മെസോസോംസ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് അസിസ്റ്റ് ഇൻ സെല്ലുലാർ റെസ്പിറേഷനിലാണ് മെസോസോംസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. Then most prokaryotes also contain plasmids. ചില പ്രൊക്കാരിയോട്സ് എല്ലാം പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിച്ച് കണ്ടെയ്ൻ സ്മോൾ സർക്കുലർ പീസ് ഓഫ് DNA. To help with locomotion, flagella are present, though pilus can also serve as an aid for locomotion. ഈ ഒരു പെയിലസിനും പുറമേ ഒരു ഫ്ലജല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറും കൂടെ നമ്മുടെ ഈ ഒരു പ്രൊക്കാരിയോട്ടിക് സെൽസിന്, അതായത് ബാക്ടീരിയാസിന് ലൊക്കോമോഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്ലജല്ല കാണപ്പെടുന്നതിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്ന പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസംസ് മോസ്റ്റ് ഓഫ് ദി ബാക്ടീരിയ ആൻഡ് ആർക്കിയ. ഓൾസോ ഓൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊണീറ ആർ പ്രൊക്കാരിയോട്സ്. അപ്പോൾ പ്രൊക്കാരിയോട്സിൽ ഇത്രയും ഈ ഒരു സെൽ പെക്യുലാരിറ്റീസ് ഒക്കെ വരുന്ന ഓർഗാനിസത്തിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് കിങ്ഡം മൊണീറയിൽ വരുന്ന എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ പ്രൊക്കാരിയോട്ടിക് സെൽസ് ആയിട്ടാണ് പറയുന്നത്. ദെൻ നമ്മൾ പ്രൊക്കാരിയോട്ടിക് സെൽസിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫ്ലജല്ല ഉണ്ട്. ഫ്ലജല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിലിക്ക് പകരമായിട്ടല്ല, അതുപോലെ തന്നെ നമുക്ക് ലൊക്കോമോഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. പിലി എന്ന് പറയുമ്പോൾ അതിൻ്റെ അധിയറൻസിന് കാരണമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് പിലി എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ക്യാപ്സ്യൂൾ കാണുന്നുണ്ട്. ക്യാപ്സ്യൂളിനകത്ത് സെൽ വാൾ ഉണ്ട്. സെൽ വാൾ കഴിഞ്ഞിട്ട് അതിൽ പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നുണ്ട്, സൈറ്റോപ്ലാസം. ദെൻ സൈറ്റോപ്ലാസത്തിലാണ് റൈബോസോംസ് ഉള്ളത്. ദെൻ റൈബോസോംസ് ആണ് നമ്മുടെ ഏറ്റവും ചെറിയ സെൽ കോമ്പണൻ്റ് എന്ന് പറയുന്നത് റൈബോസോംസ് ആണ്. ചില പ്രൊക്കാരിയോട്ടിക് സെൽസിനകത്ത് പ്ലാസ്മിഡ്സ് കാണുന്നുണ്ട്. പ്ലാസ്മിഡ്സിലുള്ളത് ഒരു DNA, അതായത് DNA പീസസ് ആണ്. ഇതിൽ ന്യൂക്ലിയോയിഡ്സ് എന്നാണ് ആ സ്ട്രക്ചറിന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് യൂക്കാരിയോട്ടിക് സെൽസിലോട്ട് പോകുമ്പം യൂക്കാരിയോട്സ് ആർ മോർ കോംപ്ലെക്സ് ആൻഡ് മച്ച് ലാർജർ ദാൻ പ്രൊക്കാരിയോട്സ്. നമ്മൾ ഈ ഒരു
പിക്ചർ നോക്കുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും. പ്രോകാരിയോട്സിനെക്കാട്ടിലും ഒന്നുകൂടെ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ യൂക്കാരിയോട്ടിക് സെൽസിൽ കാണുന്നത്. Eukaryotes are more complex and much larger than prokaryotes. They include almost all the major kingdom Monera. Kingdom Moneraയിൽ തന്നെ വരുന്ന എല്ലാ മേജർ ഓർഗാനിസവും നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ലിലാണ് വന്നിട്ടുള്ളത്. Then structurally eukaryotes possess a cell wall which supports and protects the plasma membrane. അതിനകത്തുള്ള പ്ലാസ്മ മെംബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൽ വോൾ എന്ന് പറഞ്ഞുള്ള ഒരു സ്ട്രക്ചർ യൂക്കാരിയോട്ടിക് സെല്ലിനുമുണ്ട്. ദ സെൽ ഈസ് സറൗണ്ടഡ് ബൈ ദി പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ഇറ്റ് കൺട്രോൾസ് ദി എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് സർട്ടൈൻ സബ്സ്റ്റൻസസ്. യൂക്കാരിയോട്ടിക് സെൽസിനകത്തേക്കുള്ള ഒരു സബ്സ്റ്റൻസസിൻ്റെ എൻട്രി ആൻഡ് എക്സിറ്റ് കൺട്രോൾ ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിനാണ്. Then the nucleus contains DNA which is responsible for storing all genetic information. The nucleus is surrounded by the nuclear membrane. Within the nucleus exists the nucleolus and it plays a crucial role in synthesizing proteins. അതായത് നമ്മുടെ യൂക്കാരിയോട്ടിക് സെൽസിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോലസ് പ്ലസ് ന്യൂക്ലിയോപ്ലാസം പ്ലസ് ക്രൊമാറ്റിൻ അതായത് DNA പ്ലസ് നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പും കൂടിയിട്ടുള്ള സ്ട്രക്ചറാണ്. യൂക്കാരിയോട്ടിക് സെൽസ് ഓൾസോ കണ്ടെയ്ൻ മൈറ്റോകോൺട്രിയ വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ക്രിയേഷൻ ഓഫ് എനർജി വിച്ച് ഈസ് ദെൻ യൂട്ടിലൈസ്ഡ് ബൈ ദി സെൽ. യൂക്കാരിയോട്ടിക് സെൽസിൽ എനർജി ബോംബായിട്ട് നമ്മൾ പറയുന്നത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. നമുക്ക് പിക്ചർ നോക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രസൻറ്റ് ഇൻ ഓൺലി പ്ലാന്റ് സെൽസ് ക്ലോറോപ്ലാസ്റ്റ് ആർ ദി സബ് സെല്ലുലാർ സൈറ്റ്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. നമ്മുടെ പ്ലാന്റ് സെൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ് ഫോട്ടോസിന്തസിസ്, അതായത് അവയുടെ എനർജി ബോംബ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റാണ്. Then the endoplasmic reticulum helps in the transportation of materials. എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ആണ് സെൽസിനകത്തുള്ള ട്രാൻസ്പോർട്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. Then besides this there are also other cell organelles that perform various other functions and these include ribosomes, lysosomes, Golgi bodies, cytoplasm, chromosomes, vacuoles and centrosomes. ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള പാർട്സ് അല്ലാണ്ട് വേറെയും സെൽ ഓർഗാനൽസ് നമ്മുടെ യൂക്കാരിയോട്ടിക് സെൽസിൽ ക്രൂഷ്യൽ റോൾസ് എല്ലാം വഹിക്കുന്നുണ്ട്. അവയാണ് റൈബോസോംസ്, ലൈസോസോംസ്, ഗോൾഗി ബോഡീസ് എക്സെട്ര. Then examples of eukaryotes include almost every unicellular organism with a nucleus and all multicellular organisms. നമ്മുടെ യൂക്കാരിയോട്സിൽ വരുന്നത് യൂണിസെല്ലുലാർ, ഓൾമോസ്റ്റ് എല്ലാ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനും യൂക്കാരിയോട്ടിക് സെൽസ് ആണ് വരുന്നത്. വിത്ത് എ ന്യൂക്ലിയസ് ആൻഡ് ഓൾ മൾട്ടി സെല്ലുലാർ എല്ലാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും യൂക്കാരിയോട്ടിക് സെൽസ് ആണ് പൊസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ രണ്ടിനെയും ഒന്ന് കമ്പയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് യൂക്കാരിയോട്ടിക് സെൽസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. യൂക്കാരിയോട്ടിക് സെൽസിൽ ഫസ്റ്റ് നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് നമുക്ക് സൈറ്റോപ്ലാസം, ദെൻ സൈറ്റോപ്ലാസത്തിനകത്തായിട്ട് ഡിഫറെൻറ്റ് സെൽസ് കോമ്പണൻസ് വരുന്നുണ്ട്. അതിൽ ന്യൂക്ലിയസ് പറഞ്ഞു, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം, ക്രൊമാറ്റിൻ, ന്യൂക്ലിയർ എൻവലപ്പ്, ഇത്രയും ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ യൂക്കാരിയോട്ടിക് സെൽസിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദെൻ അതിൽ നമുക്ക് ഗോൾഗി ബോഡീസ് കാണുന്നുണ്ട്, മൈറ്റോകോൺട്രിയ കാണുന്നുണ്ട്, എനർജി ബോംബായിട്ടുള്ള മൈറ്റോകോൺട്രിയ കാണുന്നുണ്ട്, ദെൻ ലൈസോസോം ഉണ്ട്, സൈറ്റോപ്ലാസം, ദെൻ വാക്യൂൾ, ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് കാണുന്നുണ്ട്, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, നമ്മുടെ ന്യൂക്ലിയസിന് സറൗണ്ട് ചെയ്തിട്ട് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം വരുന്നുണ്ട്. ദെൻ നമുക്ക് പ്രൊകാരിയോട്ടിക് സെൽസിൻ്റെയും യൂക്കാരിയോട്ടിക് സെൽസിനെയും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രൊകാരിയോട്സിൽ ടൈപ്സ് ഓഫ് സെൽസ് വരുന്നത് ഓൾവേസ് യൂണിസെല്ലുലാർ സെൽസാണ് പ്രൊകാരിയോട്സിൽ വരുന്നത്. യൂക്കാരിയോട്സിൽ യൂണിസെല്ലുലാറും ഉണ്ടാവാം, മൾട്ടി സെല്ലുലാറും വരുന്നുണ്ട്. ദെൻ സെൽ സൈസ് വരുന്നത് പ്രൊകാരിയോട്ടിക് സെല്ലാണെങ്കിൽ 0.2 മൈക്രോയം to 2 μm ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് യൂക്കാരിയോട്സിൽ നോക്കുവാണെങ്കിൽ 10
μm തൊട്ട് 100 μm ഡയമീറ്ററാണ് യൂക്കാരിയോട്ടിക് സെൽസിന് വരുന്നത്. ദെൻ സെൽ വോൾ നോക്കുവാണെങ്കിൽ സെൽ വോൾ പ്രൊക്കാരിയോട്സിന് പ്രസൻ്റ് ആണ്. കെമിക്കലി കോംപ്ലക്സ് ഇൻ നേച്ചറാണ്. യൂക്കാരിയോട്സിൽ പ്രസൻ്റ് ആണ്. കെമിക്കലി സിമ്പിൾ ഇൻ നേച്ചറാണ്. ദെൻ ന്യൂക്ലിയസിലാണെങ്കിൽ പ്രൊക്കാരിയോട്സിൽ ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. ആൻഡ് ദി ഹാവ് എ ന്യൂക്ലിയോയിഡ് റീജിയൻ ഇൻ ദി സെൽ. നമ്മൾ സെല്ലിൻ്റെ സ്ട്രക്ചർ കണ്ട സമയത്ത് പറഞ്ഞു ന്യൂക്ലിയോയിഡിനകത്താണ് നമ്മുടെ പ്രൊക്കാരിയോട്ടിൽ DNA വരുന്നത്. ദെൻ അത് യൂക്കാരിയോട്സിലെത്തുമ്പം ഒരു കറക്റ്റായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെ നമുക്ക് യൂക്കാരിയോട്ടിക് സെൽസിൽ കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് റൈബോസോംസിൽ വരുമ്പം റൈബോസോം പ്രസൻ്റ് ആണ്. സ്മോളർ ഇൻ സൈസ് ആൻഡ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ദെൻ അത് യൂക്കാരിയോട്സിൽ വരുന്ന സമയത്ത് പ്രസൻറ്റ് കമ്പാരിറ്റീവ്ലി ലാർജർ ഇൻ സൈസ് ആൻഡ് ലീനിയർ ഇൻ ഷേപ്പ്. പ്രൊക്കാരിയോട്സ് റൈബോസോംസിൽ സ്ഫെറിക്കൽ ഷേപ്പാണ്, യൂക്കാരിയോട്സിൽ ലീനിയർ ഷേപ്പാണ്. ദെൻ DNA അറേഞ്ച്മെൻറ്റ് നോക്കുമ്പം പ്രൊക്കാരിയോട്സിൽ സർക്കുലർ DNA അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. യൂക്കാരിയോട്സിൽ ലീനിയർ DNA അറേഞ്ച്മെൻ്റ് ആണ് വരുന്നത്. പ്രൊക്കാരിയോട്സിൽ മൈറ്റോകോൺട്രിയ ആബ്സെൻ്റ് ആണ്. യൂക്കാരിയോട്ടിൽ മൈറ്റോകോൺട്രിയ പ്രസൻ്റ് ആണ്. ദെൻ സൈറ്റോപ്ലാസം പ്രൊക്കാരിയോട്സിലും യൂക്കാരിയോട്സിലും സെയിം ആണ്, പ്രസൻ്റ് ആണ്. സെൽ ഓർഗനൽസ് ആബ്സെൻ്റ് ആണ്. നമുക്ക് പ്രൊക്കാരിയോട്സിൽ നോക്കുമ്പം സെൽ ഓർഗനൽസ് ആബ്സെൻ്റ് ആണ്. യൂക്കാരിയോട്സിൽ സെൽ ഓർഗനൽസ് പ്രസൻ്റ് ആണ്. ദെൻ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം പ്രൊക്കാരിയോട്സിൽ ആബ്സെൻ്റ് ആണ്, യൂക്കാരിയോട്സിൽ പ്രസൻ്റ് ആണ്. പ്ലാസ്മിഡ്സ് ആണ് എങ്കിൽ പ്രൊക്കാരിയോട്സിൽ പ്ലാസ്മിഡ്സ് പ്രസൻ്റ് ആണ്, യൂക്കാരിയോട്സിൽ വെരി റെയർ ടു ഫൗണ്ട്. ദെൻ റൈബോസോംസ് നോക്കുവാണെങ്കിൽ പ്രൊക്കാരിയോട്സിൽ നമുക്ക് സ്മോൾ റൈബോസോംസ് ആണ് വരുന്നത്, യൂക്കാരിയോട്സിൽ ലാർജർ റൈബോസോംസ് ആണ് വരുന്നത്. ദെൻ ഇതിൻ്റെ എല്ലാം സ്ട്രക്ചർ കാര്യങ്ങൾ അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ദെൻ ലൈസോസോംസ് ആണെങ്കിൽ പ്രൊക്കാരിയോട്ടിക് സെൽസിൽ ലൈസോസോംസ് ആൻഡ് സെൻട്രോസോംസ് ആർ ആബ്സെൻറ്റ് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസിൽ ലൈസോസോംസും സെൻട്രോസോംസും പ്രസൻ്റ് ആണ്. ദെൻ അവയുടെ സെൽ ഡിവിഷൻ നോക്കുകയാണെങ്കിൽ സെൽ ഡിവിഷൻ പ്രൊക്കാരിയോട്സിൽ നടക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈനറി ഫിഷൻ വഴിയാണ് നടക്കുന്നത്. ദെൻ യൂക്കാരിയോട്സ് ആണെങ്കിൽ മൈറ്റോസിസ് വഴിയാണ് യൂക്കാരിയോട്ടിക് സെൽസിൻ്റെ ഡിവിഷൻ, അതായത് അവയുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. പ്രൊക്കാരിയോട്ടിക് സെൽസിൽ ഫ്ലജെല്ല പ്രസൻ്റ് ആണ്, കമ്പാരിറ്റീവ്ലി സ്മോളർ ഇൻ സൈസ് ആണ്. യൂക്കാരിയോട്ടിക് സെൽസ് ആണെങ്കിൽ ബോത്ത് അസെക്ഷൽ ആൻഡ് സെക്ഷൽ ഫോംസ് ഓഫ് ഫ്ലജെല്ല കാണുന്നുണ്ട്. ദെൻ റീപ്രൊഡക്ഷൻ പ്രൊക്കാരിയോട്സിൽ അസെക്ഷൽ ആണ്, ബൈനറി ഫിഷൻ വഴിയാണെന്ന് പറഞ്ഞു. യൂക്കാരിയോട്സ് ആണെങ്കിൽ ബോത്ത് അസെക്ഷൽ മീൻസിലും സെക്ഷൽ മീൻസിലും റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ പ്രൊക്കാരിയോട്സിന് എക്സാമ്പിളാണ് ബാക്ടീരിയ ആൻഡ് ആർക്കിയെ. യൂക്കാരിയോട്സിന് എക്സാമ്പിൾ വരുന്നത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സെൽസ്. ഇത്രയുമാണ് നമ്മൾ വാട്ട് ഈസ് പ്രൊക്കാരിയോട്ട്, വാട്ട് ഈസ് യൂക്കാരിയോട്ട് എന്നതിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. വെരി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദെൻ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇത്രയും ഇപ്പം നമ്മൾ 2 ടോപ്പിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമുക്ക് ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രൊക്കാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 വീഡിയോസും നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഇതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മാക്സിമം PSC ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.